പാലക്കാട് നെന്മാറ വേല ഇന്നാണ്. ഉച്ചയ്ക്ക് ശേഷം നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്ക് നെന്മാറ വല്ലങ്കി ദേശങ്ങളുടെ വേലയെത്തും. പുലർച്ചെ 3-നാണ് വെടിക്കെട്ട്. നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ നെന്മാറ വല്ലങ്കി ദേശങ്ങളുടെ മേളപ്പെരുമയും ഗജവീരന്മാരെ കൊണ്ടുള്ള ഒരു ഉത്സവ പ്രതീതിയിലേക്ക് എത്തും. നെന്മാറ വേലയാണെന്ന് പ്രധാനപ്പെട്ട കേരളത്തിലെ വേലകളിലൊന്നും വെടിക്കെട്ട് കൊണ്ട് വിസ്മയം തീർക്കുന്ന വേല. അതാ വെടിക്കെട്ട് കലക്കുന്നവരാണ്. വെടിക്കെട്ട് എന്തായാലും ഗംഭീരമായിരിക്കും. എല്ലാ വർഷത്തിനേക്കാളും ഗംഭീരമായിരിക്കും. ഉത്സവം ഒരു ഭംഗിയോടെ നടക്കണം എന്നാണ് എല്ലാവരുടെ ആഗ്രഹം. ഞങ്ങൾ 26 കൊല്ലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇവിടുത്തെ വെടിക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏത് പൂരത്തിന് പോയാലും നമുക്ക് ഈ ഒരു വെടിക്കെട്ട് കാണുന്ന ഒരു തൃപ്തി കിട്ടിയിട്ടില്ല. ഒരുപാട് വേലയ്ക്കും പൂരത്തിനൊക്കെ ഞങ്ങൾ പോണതാണ്. പക്ഷെ നമ്മുടെ ഈ വേല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ലെവൽ വേറെ തന്നെയാണ്. വെടിക്കെട്ടാണ് മെയിന്. പാണ്ടിവേള കൊണ്ട് അതുപോലെ തന്നെ ഗജവീരന്മാർ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കണു. പിന്നെ തടമ്പ് പൂജ വല്ലങ്കി ദേശത്തിന്റെ അതെ ആനകളൊക്കെ ഉണ്ട്. പിന്നെ മഴ കാലാവസ്ഥയൊന്ന് സഹകരിച്ചാൽ മാത്രം മതി. എല്ലാവരുടെയും പ്രാർത്ഥന അതാണ്. കാലാവസ്ഥ മഴയില്ലാതിരുന്ന നല്ല രീതിക്ക് വെടിക്കെട്ട് കാണാം. ചേച്ചി എവിടുന്നാ വന്നാണേ? പെരുമ്പാവൂർ കാലടി. നെന്മാറ വേലയുടെ ഏറ്റവും ഒരു പ്രധാന സാധനം വെടിക്കെട്ടാണ്. ഞങ്ങൾ കണ്ടിട്ടില്ല, കാണുമെന്ന് ആഗ്രഹമുണ്ട്. വെടിക്കെട്ടല്ല, 2000 കിലോമീറ്റർ തോന്നുന്നു ഈ പ്രാവശ്യത്തെ കൂടുതലാണ് നെന്മാറ വെടിക്കെട്ട്. ഇത്തവണ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാണ് വല്ലങ്കി ദേശത്തിന് വേണ്ടി പാണ്ടിമേളം കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ ചോറ്റാനിക്കര വിജയന്മാരാർ പഞ്ചവാദ്യമുണ്ട്. അങ്ങനെ വിവിധ മേള വിസ്മയങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു വെടിക്കെട്ടിന്റെ പൂരം അതുകൂടിയാണല്ലോ നെന്മാറ വേല. കാരണം ന്മാറ വേലയ്ക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ എത്തുന്നതിനാ വെടിക്കെട്ട് കാണാനാണ്. അങ്ങനെ വെടിക്കെട്ട് പൊളിയായിട്ടുള്ള ഒരു വെടിക്കെട്ടും ഇന്നുണ്ടാവും. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.